ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ലക്ഷ്മി മേഘയെ സമാധാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ മകൾ ഞങ്ങളെ തേടി വന്നാലും നീ ഞങ്ങളെ മകളല്ല എന്നുള്ള സത്യം ഞങ്ങൾ ആരോടും പറയാൻ വേണ്ടി പോകുന്നില്ല. ഈ വീട്ടിലുള്ള ആരോടും ഞങ്ങൾ പറയില്ല. കരഞ്ഞുകൊണ്ട് തന്നെ ലക്ഷ്മി പറയാണ്. മേഘ ആ സമയത്ത് കൈ നീട്ടിയിട്ട് ലക്ഷ്മിയോട് പറയാണ്, അമ്മയെങ്കിൽ എനിക്ക് സത്യം ചെയ്തു തരൂ, ആരോടും ഈ കാര്യം പറയില്ല എന്ന്. സത്യമായിട്ടും നീ ഞങ്ങളുടെ മകളല്ലെന്ന് ഞങ്ങൾ ആരോടും പറയില്ല. പക്ഷേ മഹേന്ദ്രൻ സാറ് വിഷമത്തോടെയാണ് അവിടെയുള്ളത്. ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം നീ ഞങ്ങളുടെ മോള് തന്നെയായിരിക്കും. അവളുടെ കയ്യിൽ കയറി പിടിച്ച് ആശ്വസിപ്പിക്കുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്ത് സമാധാനിപ്പിക്കുകയാണ് ലക്ഷ്മി. കെട്ടിപ്പിടിച്ച് തൻ്റെ തോളിലേക്ക് അവളെ കിടത്തി ആശ്വസിപ്പിക്കുകയാണ് ലക്ഷ്മി. ഒരുപാട് നന്ദിയുണ്ടമ്മേ, നിങ്ങൾ എന്നെ അവഗണിക്കുമെന്ന് ഞാൻ പേടിച്ചുപോയി. ഇല്ല മേഘ, അങ്ങനൊരു തെറ്റ് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എപ്പോഴായാലും നീ ഞങ്ങളുടെ മകൾ തന്നെയാണ്. എന്തെന്നാൽ നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ല, അത്രയുള്ള വ്യത്യാസം. ഈ കാര്യം മാലതി മുത്തശ്ശി പോലും അറിയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരിയമ്മേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സന്തോഷമായിട്ടിരിക്ക്. പ്രിയയെ നന്നായിട്ട് നോക്ക്, അവളെ നന്നായിട്ട് പഠിപ്പിക്ക്. നീ എങ്ങനെ ഞങ്ങളുടെ മകളാണോ അതുപോലെ പ്രിയയും ഞങ്ങളുടെ ചെറുമകളാ. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല. എപ്പോഴും നിങ്ങൾക്ക് രണ്ടുപേർക്കും മുൻഗണന. ലക്ഷ്മി പിന്നെ ഒന്നുകൂടി തഴുകുകയും തലോടുകയും ഒക്കെ ചെയ്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകാൻ ഒരുങ്ങാണ്. മഹേന്ദ്ര സാറും പറയാണ്, വാ നമുക്ക് പോകാം. അവർ രണ്ടുപേരും അകത്തുനിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, സാറില്ല, എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കും എന്ന് ഞാൻ കരുതി. എന്തായാലും ഭാഗ്യം, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്നെ കാണിക്കുന്നത് മനീഷിനെയാണ്. മനീഷ് ഒരുത്തർ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് മേഘ പറഞ്ഞ വാക്കുകളൊക്കെ. എൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെ ചന്ദ്രിക പറഞ്ഞ കാര്യം, മേഘയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി, ഏതോ ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാ പറഞ്ഞ് മനീഷ് ചിന്തിക്കുകയാണ്. മേഘ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ട്. അവളുടെ ഒളിച്ചുകളി കാണുമ്പോൾ പ്രിയ എൻ്റെ കുഞ്ഞാണോ എന്ന് തോന്നുന്നു. എന്തിനാ മേഘ എന്നോട് സത്യം മറക്കുന്നത്? എന്നെ ജീവനെപ്പോലെ സ്നേഹിച്ചവൾ എന്തിനായിരിക്കും ഇപ്പോൾ കള്ളം പറയുന്നത്? പിന്നെ മേഘ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് മനീഷിനെ. ഹലോ മാഡം, മനീഷ് ഒന്ന് എൻ്റെ ക്യാബിനിലേക്ക് വരാമോ? ഇപ്പോൾ വരാം. മനീഷ് അങ്ങനെ മേഘയുടെ അകത്തേക്ക് വരികയാണ്. അപ്പോഴാണ് മേഘ ഫ്രണ്ടിൽ തന്നെ ഇട്ട മനീഷിൻ്റെ ലോക്കറ്റും ചെയിനും കാണുന്നത്. അപ്പോൾ മേഘ പറയാണ്, മനീഷ്, നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണല്ലോ കഴുത്തില അഴിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നീ അത് ഞാൻ കാണാൻ വേണ്ടിയാണോ ഫ്രണ്ടിൽ തന്നെ ഇട്ടിരിക്കുന്നത്? എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എന്ന് വിചാരിച്ചാണോ നീ ഇട്ടിരിക്കുന്നത്? നീ ആ മാല ഊരി എൻ്റെ കയ്യിത്താ. ഇല്ല, നീ ആ മാല വെറും ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. എന്നാൽ നീ അത് എനിക്ക് തന്ന സ്നേഹമായിട്ടാണ് കാണുന്നത്. നീ കൂടെ ഇല്ലാതിരുന്ന എത്രയും കാലം ഇതായിരുന്നു എൻ്റെ ഒരു ആശ്വാസം. ഈ മാല ഞാൻ ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിയും എൻ്റെ കഴുത്തിൽ നിന്നും ഊരാൻ പോകുന്നില്ല. അതൊക്കെ കേട്ട് മേഘ പുച്ഛത്തോടെ തലതിരിക്കുകയാണ്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇതെൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാവും, മനീഷ് ഷാഠ്യത്തോടെ പറയാണ്. നിനക്കെന്താ വട്ടാണോ? നമുക്കിടയിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്ന് പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോഴും ഞാൻ തന്ന മാലയും കൊണ്ട് എന്നെ ശല്യം ചെയ്യാണോ? മര്യാദയ്ക്ക് ആ മാല ഊരി തന്നിട്ട് പോ. ഇല്ല, ഞാനത് തരില്ല. നീ എന്നെ ജീവനെപ്പോലെ സ്നേഹിച്ചു. നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. ആ ആക്സിഡൻറ്റിന് ശേഷം നീ എന്താ ഇങ്ങനെ മാറിയത്? ഇവരെ ഇല്ലാതെ സംസാരിക്കരുത്. ഞാൻ പഴയതൊക്കെ മറന്നു മറ്റൊരു ജീവിതം ആസ്വദിച്ചു കഴിഞ്ഞു. രേഖ, നീ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ ഒരു വിവാഹം കഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനോ വേണ്ടി നീ എന്നെ അവോയ്ഡ് ചെയ്യുക. ഇതിൻ്റെ കാരണം എന്താ? രേഖ ദേഷ്യത്തോടെ പെട്ടെന്ന് എണീറ്റു. എന്നിട്ട് പറയാണ്, ഇതിനൊക്കെ ഉത്തരം പറയാൻ എനിക്ക് മനസ്സില്ല. ആദ്യം നീ ഇവിടുന്ന് പുറത്തു പോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ, എന്നിട്ട് ഞാൻ പുറത്തു പോകാം. പ്രിയയുടെ അച്ഛൻ ആരാ? പ്രിയയുടെ അച്ഛനാരാ? അതവൻ ചോദിക്കുമ്പോഴേക്കും മേഘയുടെ അടി നല്ല രീതിയിൽ മനുഷ്യൻ്റെ മുഖത്ത് കിട്ടി. ബ്ലഡി റാസ്കിൾ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്? എൻ്റെ ക്യാബിനിൽ തന്നെ വന്നിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നത്? അപ്പോഴാണ് സിദ്ധു അങ്ങോട്ടേക്ക് വന്നത്. സിദ്ധു രണ്ടുപേരും അങ്ങനെ തരിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. അപ്പം മേഘ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ സിദ്ധുവിനെ നോക്കി ചിരിക്കുകയാണ്. മനീഷും അതുപോലെ തന്നെ ചിരിച്ച് ഒന്നും അറിയിക്കാത്ത രീതിയിൽ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് മുഖവും തടവിട്ട് പോവാണ്. എന്താ മനീഷ്, എന്താ? അല്ല,
മേഘ എന്തോ കാര്യമായിട്ട് തന്നേന്ന് തോന്നുന്നല്ലോ. അതെ സാർ, അതെ. മേഘ ഇത്രയും നേരം എന്നെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു താങ്ക്സ് പറഞ്ഞത്. ഈ ഓഫീസിൽ ആദ്യമായിട്ട് നല്ല പേര് വാങ്ങുന്നത് നിങ്ങളായിരിക്കും മനീഷ്, അതും മേഘയുടെ കയ്യിൽ നിന്ന്. അതെ സാർ, മേഘ മേഡത്തിൽ നിന്നും അപ്രിഷ്യേറ്റ് വാങ്ങാൻ ഭാഗ്യം ചെയ്യണം. രണ്ടുപേരും ഒന്നും അറിയാത്ത രീതിയിൽ, ഒന്നും നടക്കാത്ത രീതിയിൽ സിദ്ധുവിനെ നോക്കി ചിരിക്കുകയാണ്. സിദ്ധുവും ഒന്നും അറിയാത്ത രീതിയിൽ ക്യാരി ഓൺ. പിന്നീട് കുറച്ച് സമയം മേഘയും മനീഷും പരസ്പരം നോക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് മനീഷ് ഇറങ്ങിപ്പോവാണ്. പിന്നെ സിദ്ധുവിൻ്റെ സീറ്റിൽ പോയിരുന്നിട്ട് ഫയൽസൊക്കെ എടുത്ത് മറിച്ച് നോക്കുകയാണ്. പിന്നെ കാണിക്കുന്നത്, പിന്നെ ചന്ദ്രികയോട് ഒരു കൂട്ടുകാരി ചോദിക്കുകയാണ്, എന്താ ചന്ദ്രികയെ നീ ഇവിടെ തനിച്ച് നിൽക്കുന്നത്, റോട്ടിൽ നിൽക്കുന്നത്? അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞാനിവിടെ ഒരാളെ കാത്തു നിൽക്കുകയാണ്. എന്താ അനു വന്നില്ലേ? ഇല്ല, അവളെയും കാത്തു നിൽക്കുകയാണ്. ശരി, ഓക്കെ. ഈ അനു ഇത് എവിടെ പോയി കിടക്കുന്നു? കോളേജിലെത്താൻ ഇത്രയും താമസമോ? ക്ലാസ്സിന് സമയമായല്ലോ. ശരി, ഇനി വരുമ്പോൾ വരട്ടെ, ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോഴാണ് കാറ് വരുന്ന ശബ്ദം കേൾക്കുന്നത്. ചന്ദ്രിക തിരിഞ്ഞു നോക്കുമ്പോൾ സിദ്ധുവിൻ്റെ കാറാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, സിദ്ധു സാറിൻ്റെ കാറാണല്ലോ, സാറെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോഴാണ് രണ്ടുപേരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇറങ്ങുന്നത്, സിദ്ധു സാറും അനുവും. അത് കണ്ട് ചന്ദ്രിക ഞെട്ടാണ്. അനു പറയാണ്, ബായ് സിദ്ധു. ആ ബായ്. ഇതെന്താ സിദ്ധു സാറിൻ്റെ കാറിൽ നിന്നും അനു ഇറങ്ങുന്നു? സോറി ചന്ദ്രികയെ, കുറച്ച് ലൈറ്റായി. അപ്പോൾ തന്നെ അനു പറയാണ്, എന്താ ലൈറ്റായെന്ന് ചോദിക്കുന്നില്ലേ? അപ്പോൾ തന്നെ ചന്ദ്രിക, എന്താ ലേറ്റായേ? വരുന്ന വഴിക്ക് സിദ്ധു സാർ എന്നെ കണ്ടു, കോഫി കുടിക്കാമോ എന്ന് ചോദിച്ചു. ഉടനെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. കോഫി ഷോപ്പിൽ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. പിന്നെ സമയം പോയതേ അറിഞ്ഞില്ല ചന്ദ്രികയെ, അതാ ലേറ്റായി പോയത്. പിന്നെ സിദ്ധു വിളിച്ച് പറയാണ്, അനു എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി, ഞാൻ പോകട്ടെ, ബായ്. ബായ് സിദ്ധു. അവസാനം വണ്ടിയിൽ കയറാൻ പോകുന്നു സിദ്ധു പറയാണ്, സോറി ഞാൻ പറയാൻ മറന്നു, ചന്ദ്രികയെ ബായ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, നീ എന്തിനാ അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയത്? അതെന്താ അങ്ങനെ? ഞങ്ങൾക്ക് ഒരുമിച്ച് കോഫി കുടിക്കാൻ പോകാൻ പാടില്ലേ? നീ ചെയ്യുന്നതൊന്നും തീരെ ശരിയല്ല. അതിന് ഞാനെന്താടി ഇപ്പോൾ തെറ്റ് ചെയ്തേ? അദ്ദേഹത്തിൻ്റെ കൂടെ കോഫി കുടിക്കാൻ പോയതല്ലേ ഉള്ളൂ. ആ ആ നോക്ക് ചന്ദ്രികയെ, നീ അദ്ദേഹത്തെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല, കല്യാണം കഴിക്കാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം ആരെ കണ്ടാലും ഇടപഴകിയാലും നിനക്കെന്താ? നീ ഇത് കാഷ്വലായിട്ട് എടുക്കേണ്ടതല്ലേ? ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്നതും കറങ്ങി നടക്കുന്നതും ഒക്കെ തെറ്റാ. നീ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കുന്നുണ്ട്. എന്നാൽ സിറ്റിയിലുള്ള പെൺകുട്ടികളൊന്നും അങ്ങനെയല്ല ചന്ദ്രികയെ. വിവാഹത്തിന് മുമ്പ് നന്നായി സംസാരിച്ച് ഇടപഴകി പിന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ടാലേ അയാളെ വിവാഹം കഴിക്കൂ. എങ്കിൽ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒരു ഫ്രണ്ടായിട്ട് തന്നെ അങ്ങ് പിരിഞ്ഞു പോകും. നീ അതൊക്കെ എന്നാ മനസ്സിലാക്കുക? ശരി, വാ നമുക്ക് ക്ലാസ്സിൽ പോകാം. പോകുന്ന വഴിയിലും ചന്ദ്രിക തന്നെ ആലോചിച്ച് പോവുകയാണ്, ഇവളുടെ കൂടെ എന്തിനാ സിദ്ധു സാർ കോഫി കുടിക്കാനൊക്കെ പോയത്? പിന്നെ കാണിക്കുന്നത് മേഘയുടെ ശരിക്കും അച്ഛനെയാണ്. അച്ഛൻ അവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മേഘയും കാത്തിട്ട്. പറയച്ചാ. മേഘ, ഞാനിവിടെ പാർക്കിൽ നിന്നെ കാത്തു നിൽക്കുക. അവിടെ നിൽക്കച്ചാ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. ശരി. മേഘ പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. എന്താ മോളെ, എന്താ കാര്യം മേഘ? വരൂ അച്ഛാ, അങ്ങോട്ടിരുന്ന് സംസാരിക്കാം. വാ. മേഘവിന് അച്ഛനും മേഘയും അവിടെ ഇരുന്നിട്ട് മേഘവിനെ കരയാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, മേഘ എന്തിനാ മോളെ നീ കരയുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും അച്ഛനോട് പറ മോളെ. എന്താണോ നടക്കാൻ പാടില്ലാത്തത് അത് നടന്നു അച്ഛാ. എന്താ മോളെ നീ പറയുന്നേ? അതെ അച്ഛാ, ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇന്നലെ എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ മകളല്ല എന്നുള്ള കാര്യം പറഞ്ഞു അച്ഛാ. എന്താ പറഞ്ഞേ? നീ അവരുടെ മകളല്ലെന്നുള്ള കാര്യം നിന്നോട് തന്നെ പറഞ്ഞെന്നോ? അതെ. ഏത് കാര്യമാണ് അവരറിയരുത് എന്ന് ഇത്രയും കാലം വിചാരിച്ചത്? അതവർ അറിഞ്ഞു അച്ഛാ. ഇനിയും ഞാൻ എന്ത് അവകാശത്തിലാണ് ആ വീട്ടിൽ നിൽക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഞാനിനി ചോദിക്കുന്നതെല്ലാം എനിക്ക് അവരിൽ നിന്ന് കിട്ടൂ എന്നുള്ളത് ഒരു വിശ്വാസവും. എനിക്ക് ജീവിതം തന്നെ മടുത്തു അച്ഛാ. നീ അവരുടെ മകളല്ലെങ്കിലും നിന്നെ വേറെ ആളായിട്ട് കണക്കിലെടുത്ത് അവർ അവിടെ നിന്ന് നിന്നെ ഇറക്കി വിടുവോ? അങ്ങനെയൊന്നും നടക്കില്ല മോളെ. നിന്നോടവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്. നീ അവരുടെ അവകാശിയല്ല, അത്രയേ ഉള്ളൂ. നിന്നെ അവർ അവിടെ നിന്ന് ഇറക്കി വിടുവൊന്നുമില്ല മോളെ. ശരിയാണച്ചാ. ചന്ദ്രികയാണ് അവരുടെ യഥാർത്ഥ മകൾ എന്നറിയുന്നത് വരെ ഒരു പ്രശ്നവുമില്ല. ചന്ദ്രികയാണ് മകൾ എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപ്പ എന്നോട് ആ വീട് വിട്ട് പോവാൻ പറയില്ലേ? അതേ മോളെ,
അങ്ങനെ നടക്കാനും സാധ്യതയുണ്ട്. ചന്ദ്രികയാണ് അവരുടെ മകൾ എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ഒരു ജോലിക്കാരൻ പോലും എന്നെ ബഹുമാനിക്കില്ല. അതുമാത്രമല്ല, ആ ചന്ദ്രികയുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് നിൽക്കണം. ഇതൊന്നും നടക്കാതെ എനിക്ക് ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ചന്ദ്രികയാണ് മകളെന്ന് മഹേന്ദ്രനും ലക്ഷ്മിയും അവസാന നിമിഷം വരെ അറിയാൻ പാടില്ല. ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ എൻ്റെ ചാപ്റ്റർ ക്ലോസ് ആവും. ഇതിനു മുമ്പേ ചന്ദ്രികയെ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കണം. അപ്പോൾ അവളുടെ അച്ഛൻ പറയാണ്, ചന്ദ്രികയെ ആ വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തിൽ നിന്ന് തന്നെ പറഞ്ഞയക്കണം. അവൾ ജീവനോടെ ഇരുന്നാൽ എന്നും നിനക്ക് പ്രശ്നം തന്നെയായിരിക്കും. നീ വിഷമിക്കാതിരിക്കും മോളെ. അവളുടെ കഥ ഞാൻ തന്നെ അവസാനിപ്പിക്കും. വേണ്ടച്ചാ, ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ആ പാപം കൂടി എൻ്റെ തലയിൽ ആക്കരുത്. അവളെ എങ്ങനെയെങ്കിലും കണ്ണെത്താ ദൂരത്ത് കൊണ്ടുപോയി വിട്ടേക്ക്. ഈ ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ആ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ സിദ്ധു എന്നെ വിവാഹം കഴിക്കണം. സിദ്ധുവിനെ വിവാഹം കഴിച്ചാൽ പിന്നെ എന്നെ ആ വീട്ടിൽ നിന്നും ആർക്കും പുറത്താക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കും. സിദ്ധു എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ചന്ദ്രിക ഇല്ലെങ്കിൽ സിദ്ധു എന്നെ ഉറപ്പായിട്ടും വിവാഹം കഴിക്കും. ശരി, നീ വിഷമിക്കണ്ട മോളെ. അവളുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. ചന്ദ്രിക ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ തന്നെ ചെയ്യാം മോളെ. ശരി, എന്നാൽ ഞാൻ പോകുന്നു അച്ഛാ. ശരി മോളെ, നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നോക്കിക്കോളാം. അച്ഛാ, ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോളൂ. എന്ന് ഞാൻ മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും മകളല്ലെന്ന് അവർ അറിഞ്ഞോ, അന്ന് മുതൽ ആ വീട്ടിലുള്ള അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന അർത്ഥം. ഞാൻ ആ വീട്ടിൽ വീണ്ടും അധികാരത്തോടെ നിൽക്കണമെങ്കിൽ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കണം. സിദ്ധാർത്ഥിനെ ഞാൻ വിവാഹം കഴിച്ചാലേ ആ വീട്ടിൽ മരുമകളായി അധികാരത്തോടെയും അവകാശത്തോടെയും എനിക്ക് കഴിയാൻ പറ്റൂ. നിൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരാം മോളെ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പോയിട്ട് വാ മോളെ. ശരി അച്ഛാ. അതും പറഞ്ഞ് ചന്ദ്രനച്ഛൻ നോക്കി നിൽക്കുകയാണ് മകൾ പോകുന്നത്. ഇനിയിപ്പോൾ ചന്ദ്രികയെ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയെ അനു വിളിച്ചിട്ട് പറയാണ്, ചന്ദ്രികയെ, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ പറയ്. സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ചന്ദ്രിക അപ്പം തന്നെ സിദ്ധുവിൻ്റെ ക്യാബിൽ പോയിട്ട് സിദ്ധുവിനോട് ചോദിക്കുകയാണ്, സിദ്ധു സാർ നാളെ അനുവിനെ കോഫി ഷോപ്പിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിരുന്നോ? അത് എന്നെ സ്വീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ താൻ ഉറച്ചു നിൽക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പം ഞാനൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലാണ്. അനുവാണെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളുടെ മുന്നിൽ സത്യസന്ധമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ കേട്ട് ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ് ചന്ദ്രിക. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.